വെയിറ്റ് ലോസ്, സ്കിൻ കെയർ, ഹെയർ കട്ട്, ഹെയർ സ്റ്റൈലിങ്, ഹെയർ കെയർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ, പാർട്ട്ണർ ഇൻ ദ സെൻസ് നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ആവാം, ഹസ്ബൻഡ് ആവാം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അവരുടെ മുന്നിൽ ഒരു വില കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, അതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. എന്റെ വേറെ കുറേ അധികം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിലൊക്കെ ഒരുപാടധികം ഗ്രൂമിങ് ടിപ്സും സ്റ്റൈലിംഗ് ടിപ്സും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത് എങ്ങനെ നമ്മളുടെ ഈ സെൽഫ് ലവ് എന്നുള്ള പ്രാക്ടീസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതുമാണ്. സോ വെൽക്കം ബാക്ക് ടു വീണ സുനച്ചെ. ഞാൻ വീണ, പ്രൊഫഷണൽ ബേസ് ഞാൻ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് എനിക്കൊരു ക്ലയന്റ് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ആ ക്ലയന്റ് കുറച്ച് നാളായിട്ട് എന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ ഗ്യാപ്പിനിടയിലായിട്ട് ഓരോ തവണയും ക്ലയന്റ് എന്നെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങളായിട്ടാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് മോട്ടിവേഷന് വേണ്ടിയിട്ട്, സ്കിൻ കെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഓവറോൾ മേക്ക് ഓവർ, ഡ്രസ്സിങ്, അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ കൺസൾട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ആള് ഒരു ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആളൊട്ടും ഹാപ്പി അല്ല. അപ്പം നമ്മളിങ്ങനെ നോർമലി പറയുമല്ലോ, ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ സെൽഫ് ലവിന്റെയും മോട്ടിവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൺസിസ്റ്റന്റ്ലി നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഹാപ്പി ആയിരിക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഈ ക്ലയന്റിന് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ആൾക്ക് ഇങ്ങനെ ചെറുപ്പം മുതൽ ആളെ കാണാതെ, അതായത് ഭയങ്കര അൺസീൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ആളിങ്ങനെ എല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരാള് ലൈഫിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരാള് ആയിരിക്കും ലൈഫിൽ വന്നതെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഒരാളായിരുന്നില്ല. അതോടുകൂടി ആളുടെ ഹാപ്പിനെസ് മൊത്തം പോയി, ഫുൾ ലോക്കായി. ഇനി എന്ത് ചെയ്തിട്ട് ഒന്ന് ഓക്കെ ആയി വരണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സോ എന്റെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക ക്ലയൻസും എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യം, ഹസ്ബൻഡിന്റെ മുമ്പില് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ മുമ്പില് ഒരു വൗ ഫാക്ടർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വൗ ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയാണ് എനിക്ക് മാറേണ്ടത്. അവരെ എനിക്ക് മാറി ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ രൂപം കണ്ടിട്ട് അവരൊന്ന് ഞെട്ടണം. അവർ ബാക്കിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ നോക്കുന്നത് പോലെ, അഡ്മയർ ചെയ്യുന്നത് പോലെ എന്നെയും അഡ്മയർ ചെയ്യണം. ഇതാണ് ഒരുവിധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ആവശ്യം. ഞാൻ ഈ ഇന്ന് കണ്ട ക്ലയന്റിന്റെ അടുത്ത് ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ആളെ അടുത്ത് പറഞ്ഞു, ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പുതിയ ഡ്രസ്സൊക്കെ എനിക്ക് വേണ്ടി വാങ്ങാറുണ്ട്, ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്ത് പോകാറുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളിൽ പല ആൾക്കാരും വിചാരിച്ചു വെച്ചേക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ കാണുന്ന അങ്ങനത്തെ മോട്ടിവേഷൻ, അതായത് പുതിയ ഡ്രസ്സ് വാങ്ങുക, സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര സിംഗിൾ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു സാധനം, അതൊക്കെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ എലമെന്റ്സ്, അല്ലെങ്കിൽ അതൊക്കെയാണ് അതിന്റെ കോഷ്യന്റ് എന്നുള്ള രീതിയിലാണ് അവരെല്ലാരും കാണുന്നത്. പക്ഷെ ഞാൻ പഠിച്ച, എന്റെ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇതിന്റെ ബേസ് എന്ന് ഞാൻ പറയാം. ഏത് ട്രാൻസ്ഫോർമേഷന്റെയും, ഏത് മേക്ക് ഓവറിന്റെയും, ഏത് സെൽഫ് ലവിന്റെയും, എന്താണ് സെൽഫ് ലവ് എന്നുള്ളതിന്റെ അടിസ്ഥാനം പോലും അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്റെ മാസ്റ്റർ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയുണ്ട്, എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ആരൊക്കെ ആയിരുന്നു എന്നൊന്നും പറയാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്, ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് അതിൽ വേറെ ആൾക്കാരും ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരുടെയൊക്കെ പ്രൈവസിയെ മാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എല്ലാ റിലേഷൻഷിപ്സും, എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ പാസ്റ്റ് റിലേഷൻഷിപ്സിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഞാൻ എന്റെ ഈ ക്ലയന്റ് പറഞ്ഞതുപോലെയുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഈ പറയുന്ന പോലെ ചെറുപ്പത്തിൽ എന്റെ ചൈൽഡ്ഹുഡില് എനിക്കൊരു കുട്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോ ഉള്ളിലെ കുട്ടി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു കുറെ കാലം ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ ഒരാൾ വരും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. സോ അതിന്റെ ബേസിസിലായിരുന്നു എന്റെയും ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഒരുപാട് വൈകിയത്. ദെൻ ഞാൻ പഠിച്ച ഒരു ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ സേഫ്റ്റി ആണ് നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഇന്റിമസിയെക്കാളും, അല്ലെങ്കിൽ
ഭയങ്കരമായിട്ടുള്ള ആൻഷ്യസ് ആവുന്ന രീതിയിലുള്ള ഒരു സ്നേഹത്തെക്കാളും ഒക്കെ വലുത് ഇമോഷണൽ സേഫ്റ്റിയാണ്. ഇമോഷണൽ സേഫ്റ്റി നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെന്ന നിലയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ പാർട്ട്ണറിന്റെ മുമ്പിൽ ഒറിജിനലി നമ്മൾ എന്താണോ ആ വേർത്തിനനുസരിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് പേഴ്സണലി ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റൈൽ വൈസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ ഡിപ്പെൻഡ് ചെയ്ത് പാർട്ട്ണറിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുന്ന, അത് ആ റിലേഷൻഷിപ്പിൽ കുറെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിലെനിക്ക് പറയാനുള്ളതാണ്, ഈ നമുക്ക് അവിടെ നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ചില റിലേഷൻഷിപ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും അവരുടെ ഇമോഷൻസ് എല്ലാം, ഭയങ്കര എക്സ്ട്രീം ഇന്റിമസി ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്തുള്ളതെല്ലാം ഇമോഷണൽ ഹൈസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതായത് എക്സ്ട്രീം സ്നേഹം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എക്സ്ട്രീം വഴക്ക്, ആ ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ആ ഇന്റൻസിറ്റിനെക്കാളും അവിടെ ഇമോഷണൽ സേഫ്റ്റി ആണ് പ്രധാനം. ആ ഇന്റൻസിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കൂടുതൽ എനർജിയും അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. അത്രയും ഒരു ഇന്റൻസിറ്റിയിൽ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബ്രെയിനിന് മൊത്തത്തിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ പറയുന്നത് നമ്മളുടെ പല പല കാര്യങ്ങളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്നാണ് നമ്മൾ ആ സമയത്ത് കരുതുക. സോ ഈ എന്താ പറയാ, ഇമോഷണൽ സേഫ്റ്റി ഉള്ള റിലേഷൻഷിപ്സുകളാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയുണ്ടാവും. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവും, അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കും, ആ മനസ്സിലാക്കാൻ വേണ്ടി എഫേർട്ട് ഇടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ടതോ സ്ട്രെസ് ആവേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് ഈസി ആയിരിക്കും ലൈഫ്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിന്റെ കാര്യം ആയിക്കോട്ടെ, ഈ പറഞ്ഞ മറ്റുള്ള ട്രാൻസ്ഫോർമേഷന്റെ കാര്യം ആയിക്കോട്ടെ, അതൊക്കെ നടത്താനുള്ള ഒരു 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 ശരിക്കുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്നെ ഇയാൾ ചൂസ് ചെയ്തതാണ്, ഇയാൾക്ക് എന്നെ അത്രയും ഇഷ്ടമാണ്, അതാണ് ഞാൻ കൂടുതൽ ആദ്യം മുന്നിൽ വെക്കുക. ഈ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധനമല്ല. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഈവൻ നമുക്ക് വെയിറ്റ് ലോസിന്റെ ആയിക്കോട്ടെ സ്റ്റൈലിങ്ങിന്റെ ആയിക്കോട്ടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതായത് നമ്മളെ കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്നതാവാം, അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതൊന്നുമല്ല സത്യത്തിൽ ഈ ഇഷ്ടപ്പെടലിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ, നമ്മളുടെ വൾണറബിലിറ്റി മനസ്സിലാക്കിയിട്ടാണോ, നമ്മുടെ സ്മാർട്ട്നെസ് അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വൾണറബിലിറ്റി മനസ്സിലാക്കിയിട്ടാണോ അവര് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അവര് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരതിന് വൃത്തിയാവുക. അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ ബൗണ്ടറീസിനെയും അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെയും ഒക്കെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് ആണ് ആ റിലേഷൻഷിപ്പിൽ തുടരാൻ പറ്റുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പില് ആക്ച്വലി വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുക. ആ എഫേർട്ട്, ഈക്വൽ എഫേർട്ട് രണ്ടിടത്തുനിന്നും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്താൽ മതിയാവും. നമ്മൾ ഈ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ തന്നെ വേർത്തിനെ അത് ബാധിക്കും. അതായത് നമ്മൾ ഇത്രയും വേർത്തി ആണെന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങും. അങ്ങനെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല സംഭവിക്കാം. ബിക്കോസ് മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഒരുപാടധികം ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരു ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. ട്രാൻസ്ഫോർമേഷന്റെ പീരീഡിലാണെങ്കിലും അത് മനസ്സിലാക്കുക, പാർട്ട്ണറിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അത് മനസ്സിലാക്കുക. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം നിർത്തിയിട്ടുണ്ടെന്നൊന്നുമല്ല, ഞാനത് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നാറുണ്ട്.
ആൻഡ് ഓൾസോ എനിക്ക് മറ്റൊരാൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാറുണ്ട് അവരിങ്ങനെ അത്രയും ആൻഷ്യസ് ആയിട്ടാണ് ആ ഒരു ഓവർ എക്സ്പ്ലനേഷൻ നടത്തുന്നത്, നമ്മളത് കൺവിൻസ്ഡ് ആവണം എന്നുള്ള ഉദ്ദേശത്തിന് പുറത്താണ് എന്നൊക്കെ എനിക്ക് തോന്നും. ആൻഡ് ഓൾസോ അതിന്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറില്ല. സോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് സെൽഫ് റിഫ്ലക്ഷനിലുള്ള ഒരു സാധനമാണ്. ഞാനും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില ആൾക്കാരിൽ റിലേഷൻഷിപ്സിലായിക്കോട്ടെ, ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒക്കെ ആയിക്കോട്ടെ, ആദ്യം ഒരു ഇന്റൻസ് കെമിസ്ട്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ കെമിസ്ട്രി ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറയുന്നു. എന്ന് പറയുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ പെട്ടെന്നുണ്ടാവുന്ന ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് റിയാലിറ്റിയുമായിട്ട് നിൽക്കുന്ന ഭയങ്കര റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇൻ റിയാലിറ്റിയിൽ വരുമ്പോ കുറച്ചും കൂടി നമ്മള് എന്താ പറയാ, ഈ ഇന്റൻസിറ്റിക്ക് അപ്പുറം കുറച്ചും കൂടെ കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണ് നമ്മൾ എത്തേണ്ടത്. അത് കൺസിസ്റ്റൻസിയാണ് അവിടെ ഇമ്പോർട്ടൻസ്, കെമിസ്ട്രി അല്ല. അപ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെമിസ്ട്രി ആണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. കെമിസ്ട്രി നല്ലതാണ്, രണ്ടുപേര് തമ്മിലുള്ള ഇനിഷ്യൽ കണക്ഷന് വേണ്ടിയിട്ട് കെമിസ്ട്രി ഉണ്ടാവാം. പക്ഷെ ആ കെമിസ്ട്രി പിന്നീട് കിട്ടുന്നില്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റീവർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളിടത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും പരിശോധിക്കുക. അപ്പുറത്തുള്ള ആളും അതിനുള്ള എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഇംപ്രസ് ചെയ്യാനുള്ള ട്രാൻസ്ഫോർമേഷൻ അവിടെ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനകത്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ചെയ്യുക. ആൻഡ് ദെൻ അതിനുശേഷം നിങ്ങളുടെ ഒരു റീബിൽഡിങ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ആ റീബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഡ്രസ്സ് വാങ്ങി ഇട്ട് അല്ലെങ്കിൽ പുതിയ മേക്കപ്പ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്തിട്ടോ മാറ്റാവുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഒരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ആ ചേഞ്ച് കൊണ്ട് നിങ്ങളും സാറ്റിസ്ഫൈഡ് ആവില്ല, ആ ചേഞ്ച് അധികകാലം നിൽക്കുകയില്ല, അതിൽ കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിയായ ആളെയാണ് ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് എങ്കിൽ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് എങ്കിൽ, അവരൊരിക്കലും മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് തരികയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഇന്റൻസിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യാവുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി നിർത്തും, പക്ഷെ നിങ്ങൾ ആ ലൂപ്പിന്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു മിക്സഡ് സിഗ്നൽസ് തരുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, എപ്പോഴാണ് അവരുടെ നേച്ചർ ചേഞ്ച് ആവുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്തരം ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പുറത്ത് നിങ്ങൾ കൺഫ്യൂഷനിൽ ആവുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം. അതല്ലാതെ ഈ അൺപ്രഡിക്റ്റബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് വർത്ത് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയും സെൽഫ് ട്രസ്റ്റ് ഉണ്ടാവാത്തൊരവസ്ഥയും, എങ്ങനെയാണ് ഞാൻ മേക്ക് ഓവർ നടത്തേണ്ടത് എന്നുള്ളൊരു അവസ്ഥയും, ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഭയങ്കര റിജക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ എപ്പോഴും റൈറ്റ് പേഴ്സൺ ആരാണ് എന്ന് ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചായിരിക്കണം എന്ന് മാത്രം. ഇനി അടുത്തതാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കാലമൊക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ചൈൽഡ്ഹുഡ് ഭയങ്കര എന്നെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ എത്തുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ എത്തി നമ്മൾ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു വാല്യൂ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാള് ഞാനൊക്കെ ഒരാളെ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത്, ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൊജക്ട് പോലെ ഏറ്റെടുക്കും. ആളെ കൊണ്ടുവന്ന് ആൾക്ക് വേണ്ട ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അത്രയും കംഫർട്ടബിൾ ആക്കി വെച്ച് അത്രയും എന്താ പറയാ വേണ്ട എഫേർട്ടൊക്കെ എടുത്ത് ആ ലൈഫ് നന്നാക്കി കൊണ്ടുവരിക. ആ ലൈഫ് നന്നാക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു വാല്യൂ ഉണ്ടാവുക എന്നാണ് തോന്നുക. സോ ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ സമാധാനം ഇല്ലാതാവും. ബിക്കോസ് നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തും ചേഞ്ച് ചെയ്തും ഒക്കെ നമ്മൾ വേറൊരാളായി മാറിയിട്ടുണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ. അവര് ഈ പറയുന്ന പോലെ അവരുടെ ലൈഫ് ഓൾമോസ്റ്റ് നമ്മളുടെ എഫേർട്ട് കൊണ്ട് ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിലും ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താണെന്നോ നമുക്ക് വേണ്ടത് എന്താണെന്നോ മനസ്സിലാവാതെ നമ്മൾ നിന്ന് പോകും. അത്തരം ആൾക്കാർക്ക് വേണ്ടിയും നമ്മൾ ഒരു സമയത്തൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതലായി വിചാരിക്കും. ഇൻസ്റ്റന്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് അവരെ ഇംപ്രസ് ചെയ്യിക്കണം.
വീണ്ടും വീണ്ടും അവരുടെ വാല്യൂ, നമ്മുടെ വാല്യൂ അവരെടുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കണം, ആ ഇമ്പാക്റ്റ് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കണം എന്ന് എന്ന് വിചാരിച്ച് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവിടെയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അങ്ങനെ അല്ല. നമ്മളുടെ സമാധാനത്തിന് മേളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ സെക്യൂരിറ്റിക്ക് മേളിൽ അല്ല വേറെ ഏതൊരാളെയും അല്ലെങ്കിൽ ഏതൊരാളെയും നമ്മൾ ഹീൽ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് അതിന് മേലെ ആയിരിക്കരുത്. അവരെ ഹീൽ ചെയ്യുന്ന എഫേർട്ട് അവർ തന്നെ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈക്വലി എഫേർട്ട് ഇട്ട് രണ്ടുപേരും കൂടി ഹീൽ ആവാൻ പറ്റും. പക്ഷെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ല അത്തരം ഒരാളെ ഹീൽ ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ ആരും ഈ പറഞ്ഞ പോലെ തെറാപ്പിസ്റ്റോ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. ഈ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കല്യാണം കഴിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കല്യാണം കഴിയുമ്പോൾ അത് മാറിക്കോളും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ അവന്റെ പ്രശ്നം മാറും എന്നുള്ളത്. അങ്ങനെയല്ല. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ മാറുന്ന ഒരു പ്രശ്നമായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുമ്പോൾ അവരെ മാറ്റേണ്ട, അവരുടെ ആ ഒരു ചീത്തശീലം മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മുടേതായിരിക്കില്ല. അപ്പൊ മാത്രമാണ് നമുക്ക് വേർത്തുള്ളത് എന്ന് ആരും കരുതാൻ പാടില്ല. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, റിയൽ ലവ് എന്ന് പറയുന്നത് ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെയല്ല. റിയൽ ലവ് ഒക്കെ ഈ ലോകത്തുണ്ട്. റിയൽ ലവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കാമിങ് ആയിട്ടുള്ള, കുറച്ച് സമാധാനത്തിലുള്ള, റെസ്പെക്റ്റ് ഉള്ള, നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കിട്ടുന്ന അത്തരം സ്നേഹത്തിനെയാണ് നമ്മൾ റിയൽ ലവ് എന്ന് കാണേണ്ടത്. അതല്ലാതെ നമ്മളിങ്ങനെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഏത് സമയത്തും നമ്മളിങ്ങനെ ഭയങ്കര സർവൈവൽ മോഡിൽ കിടക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല റിയൽ ലവ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇന്റൻസിറ്റി കാരണം ചിലപ്പോൾ അതാണ് റിയൽ ലവ് എന്നൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അങ്ങനെയല്ല. അതെപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വളരാൻ സ്പേസ് തരുന്ന ഒരു സ്ഥലമാണ് റിയൽ ലവ്. കാരണം ഈ സ്നേഹം, പ്രേമം, അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ അത് മാത്രം പോരാ ജീവിക്കാൻ. ജീവിതത്തിൽ വേറെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഇതും ചെയ്യാനുണ്ടാവണം. അങ്ങനെ വേണം ബാലൻസ് ചെയ്ത് ഒരു പ്രോപ്പർ ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നാളെ ഈ റിലേഷൻഷിപ്പ് തന്നെ ഇവോൾവ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് നമുക്ക് തന്നെ എത്തിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വലിയ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ട് അവരെ ഇംപ്രസ് ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നിലനിർത്താമെന്നോ, ആ റിലേഷൻഷിപ്പിന്റെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മളുടെ രൂപത്തിലും നമ്മളുടെ ഭാവത്തിലും നമ്മളുടെ പേഴ്സണാലിറ്റിയിലും ഒക്കെ ചേഞ്ച് കൊണ്ടുവരാമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം കറക്റ്റ് ആയിട്ടുള്ള റിയൽ നമ്മളുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, നമ്മൾ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, നമ്മൾ സമാധാനത്തിലാവുന്നുണ്ടോ എന്ന് നോക്കുക, നമുക്ക് പേഴ്സണലി ഗ്രോ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയോട് കൂടി തന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ, ലവ് യു.